90% ആളുകൾക്കും ആരും ഇല്ലാത്തതല്ല ഒറ്റപ്പെടൽ. അവരുടെ പ്രിയപ്പെട്ട ആ ഒരാൾ ഇല്ലാത്തതാണ്. ആത്മാർത്ഥമായി നിങ്ങൾ സ്നേഹിച്ച വ്യക്തി, അത് ചിലപ്പോൾ തൻ്റെ മാതാപിതാക്കൾ ആയിരിക്കാം, സഹോദരങ്ങളായിരിക്കാം, കൂട്ടുകാരായിരിക്കാം, അതുമല്ലെങ്കിൽ ഹൃദയം കൊടുത്ത് സ്നേഹിച്ച ഭാര്യയോ ഭർത്താവോ ലവർ, അങ്ങനെ അത് ആരുമായിരിക്കട്ടെ. ആ ഒരാൾ, അവരിൽ നിന്ന് ഏൽക്കുന്ന ഒറ്റപ്പെടലിൻ്റെ ആഘാതം വളരെ വലുതാണ്. മനസ്സിൻ്റെ വിങ്ങലുകളെ, വിതുമ്പലുകളെ നെഞ്ചോട് ചേർത്തിരുന്ന ആ ഒരാൾ തന്നോടൊപ്പം ഇല്ല എന്ന സത്യം മനസ്സുകൾ കൊണ്ട് അതിനെ ജീവിക്കുന്നത് വരെയുള്ള നിമിഷങ്ങൾ ശരിക്കും ഭ്രാന്തം ആയിരിക്കും. പലരും ഒറ്റക്കാവുന്നത് ഒരു പേടിയോടെയാണ് കാണുന്നത്. ഈ പേടി കാരണം എല്ലാം സഹിച്ചു മുന്നോട്ടു പോകുന്ന എത്രയോ ബന്ധങ്ങളുണ്ട് നമുക്ക് ചുറ്റുമുണ്ട്. പലതരത്തിൽ ഒറ്റപ്പെടുന്നവർ ഉണ്ട്. ചിലർ ക്ലാസ് മുറികളിൽ ഒറ്റപ്പെടുന്നു. ഒരു കൂട്ടം കുട്ടികൾ ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയാണ് എന്ന് വിചാരിക്കുക. ഒരാൾ പെട്ടെന്ന് ക്ലാസ്സിലേക്ക് കടന്നുവരുമ്പോൾ സംസാരിച്ചു കൊണ്ടിരുന്നവർ സംസാരം നിർത്തിയാൽ കടന്നുവന്നവൻ മാനസികമായി ചിന്തിക്കും, ഇവർ എന്നെക്കുറിച്ച് തന്നെ ആയിരിക്കും പറഞ്ഞുകൊണ്ടിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ കയറി വന്നപ്പോൾ വർത്തമാനം നിർത്തിയത്. ഇങ്ങനെ ചിന്തിക്കുന്നവർ എല്ലാ കൂട്ടത്തിലും ഉണ്ട്. അവർ തങ്ങളെ സ്വയം ഒറ്റപ്പെടുത്തുന്നവരാണ്. അവർ ഒറ്റപ്പെടൽ അവർക്ക് വേണ്ടി സ്വയം നിർമ്മിക്കുകയാണ്. മറ്റൊരു സ്വഭാവമാണ് ഓവർ തിങ്കിങ്. ഒരു കാര്യത്തിനെ കുറിച്ച് തന്നെ ഇവർ പലതരത്തിൽ ചിന്തിച്ച് സങ്കടങ്ങളും സന്തോഷങ്ങളും ഉണ്ടാകും. മറ്റൊരു കൂട്ടർ മറ്റുള്ളവരോടൊപ്പം കൂടാനും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കും. പക്ഷേ അവരുടെ എന്തെങ്കിലും കുറവുകൾ കണ്ടെത്തി ചിലപ്പോൾ അവർ പറഞ്ഞതിൽ ഏതെങ്കിലും കുറവുകൾ എടുത്തു പറഞ്ഞ് ട്രോളി അങ്ങനെ അവരെ ഒറ്റപ്പെടുത്തുന്നവരും ഉണ്ട്. ഒറ്റപ്പെടുത്തി മാനസികമായി തകർത്തി സംസാരിക്കാനോ ചിരിക്കാനോ പറ്റാത്ത അവസ്ഥയിലാക്കുന്നു. ഒരുപാട് പേർ തനിക്ക് ചുറ്റും വേണമെന്ന ആഗ്രഹം മനസ്സിൽ നിറച്ചുകൊണ്ട് നടന്ന് ഒറ്റപ്പെടുന്നവർ വളരെ നിസ്സഹായരായിരിക്കും. അങ്ങനെയുള്ളവർക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ വരും. ഇവർ കടുത്ത മാനസിക പിരിമുറുക്കങ്ങളിലേക്ക് കടന്നുപോകും. ജീവിതം ജീവിച്ചു തീർക്കാൻ വളരെ പ്രയാസം അനുഭവിക്കുന്നവരും ആയിരിക്കും. വിഷാദവും നിരാശയും പിടികൂടിയവർ മരണത്തിൻ്റെ വക്കിൽ ആയിരിക്കും. ഇങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്: താങ്ങാവുന്നതിൽ അധികം വിഷമമുള്ളപ്പോൾ നിങ്ങൾ ഒരിക്കലും തനിച്ചിരിക്കരുത്. അത് ചിലപ്പോൾ നിങ്ങളെ മരണത്തിലേക്കുള്ള വഴിയിൽ എത്തിക്കും. നിങ്ങളുടെ ഒറ്റപ്പെടലിൻ്റെ വേദന ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല, ജീവിതത്തിൽ ഒറ്റപ്പെട്ട ഒരാൾക്ക് അല്ലാതെ. ഒറ്റപ്പെടലിനോട് പൊരുത്തപ്പെടാൻ കഴിയാത്തവർ, ഒറ്റപ്പെടലിനെ ധൈര്യപൂർവ്വം നേരിടാൻ കഴിയാത്തവർ, ഒറ്റപ്പെടലിനെ അതിജീവിക്കാൻ പറ്റാത്തവർ, ഒറ്റപ്പെടൽ മനസ്താളം തെറ്റുന്നവർ എല്ലാം ഇപ്പോഴും കൂട്ടായിരിക്കാൻ ശ്രമിക്കൂ. ഇത്തരത്തിൽ മാനസികമായി തകർന്നവരെ ഒറ്റപ്പെടുത്താതെ അവർക്ക് എപ്പോഴും ഒരു സപ്പോർട്ട് ആയി നിങ്ങൾ ഉണ്ടാകുമെന്ന് വിശ്വാസത്തോടെ.